ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ ഒരു ദിവസത്തത് നമ്മൾ ഹോസ്റ്റലുള്ളതും പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ പോകും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഉള്ള ഒരു വീഡിയോ കൂടി ചേർത്തിട്ട് 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ നിന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. നേരെ റൂം ക്ലീൻ ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചു. പെട്ടെന്ന് തോന്നിയാട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഹോസ്റ്റലിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബാക്കി ഡ്രസ്സൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു. പിന്നെ കണ്ടോ ടേബിളിലൊക്കെ കുറേ സാധനങ്ങൾ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയാക്കണം. പിന്നെ റൂമിൽ ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. അവൾ നാട്ടിൽ പോയതാണ്. പിന്നെ എനിക്ക് ഓർഡർ വർക്കിനുള്ള കുറച്ച് സാധനം കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടെന്ന്. അപ്പോൾ 1-2 ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്യണം. പിന്നെ ഇതെനിക്ക് ഇതുപോലെ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓർഡർ വർക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ തൃശ്ശൂരിൽ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്തിരുന്ന ഒരു ഫ്രോക്ക്, നമുക്കൊരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗിലാണ് എല്ലാം കൂടെ കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. കുറച്ചധികം സാധനങ്ങൾ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു, കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്യാമെന്ന്. ഇത് കട്ടിനടിയിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതാ ഓരോന്നും മടക്കി വെക്കാണ്ട. അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നേരെ ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ എല്ലാം ഫുൾ മടക്കി സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. ഈ ഒരു ബാഗിൽ ഞാൻ ഡ്രസ്സ് മാത്രമല്ല വെക്കുന്നത്, ഓർഡർ വർക്കിനുള്ള ഫോട്ടോ ഫ്രെയിമും കൂടി ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ അതും കൂടി സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്കൊരു എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യാനുള്ള ഒരു വർക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അത് സൺഡേ ആണ് കേട്ടോ വർക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ സാധനം കൂടി അതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങിയിട്ടിരുന്നു. ചെറിയ റേറ്റിലുള്ള സ്ട്രെയിറ്റ്നർ കേട്ടോ. ഞാൻ പിന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബാഗ് എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ആട്ടോ. അതിൽ കുറേ സാധനങ്ങൾ, കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണ് ഞാൻ അതൊക്കെ നോക്കുന്നത് കേട്ടോ. കിട്ടിയപ്പോൾ തന്നെ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുന്നതാണ്. അപ്പം അതൊക്കെ അത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ നമുക്കിതിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ബെഡിൽ 2-3 ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ വെക്കുകയാണ്. പിന്നെ റൂമൊന്ന് അടിച്ച് വരാനുണ്ട്. ടേബിൾ ഈ ഒരു ടേബിൾ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടേബിൾ സാധനങ്ങൾ ഈ ടേബിളിൽ മാറ്റണം. പിന്നെ 3 ബാഗിലായിട്ട് സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അടിച്ച് വരണം. പിന്നെ അത്രേ തന്നെ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ ഇന്ന് റൂം ഫുൾ ക്ലീൻ ചെയ്യാൻ വെച്ചാൽ കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നെ ഈ റൂമിൽ ഇപ്പോൾ 2 പേരാണ് ഉള്ളത്. അപ്പോൾ ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സാധനം കൂടി വെക്കാനുള്ളൂ. അത് ഞാൻ ഈ ഒരു പിങ്ക് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു, പാക്കിങ്ങൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ വൈകുന്നേരം ആട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അത്രയും ടൈം ഫുൾ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരം നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ ശക്തനിലെത്തിയത്. കാരണം 3 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ ശക്തനിലെത്തി. പിന്നെ ശക്തനിൽ നിന്ന് കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പോവുകയാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരു 2-3 ആഴ്ച ഉണ്ടാവും ഞാൻ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെങ്കുവെട്ടി എത്തിയിട്ടാണ്. ചെങ്കുവെട്ടി എത്തി അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ കോട്ടയ്ക്കലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഓർഡർ വർക്കിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ മേക്കപ്പിനുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് ബട്ടൺ ഹൗസിലേക്കാണ് കോട്ടയ്ക്കലുള്ള. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്രാഫ്റ്റിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ വേറെ കുറേ ഷോപ്പിലൊക്കെ കയറി. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ സെയിം ഓട്ടോ തന്നെ കയറിയിട്ട് വീട്ടിലേക്ക് പോകട്ടോ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വേഗം ചേട്ടാ ഇപ്പോൾ വരാറിട്ട് വേഗം ഓടി പോയിട്ട് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബലൂൺ നമുക്കൊരു ഓർഡർ വർക്കിന് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ പോയി വാങ്ങിയത്. കുറേ അന്വേഷിച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. കിട്ടിയപ്പോൾ തന്നെ വേഗം വാങ്ങി. പിന്നെ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ നേരത്തെ വീട്ടിലേക്ക് എത്തിയത്. നല്ല ലൈറ്റൊക്കെ കത്തുന്ന ബലൂണായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന ടൈം ആയപ്പോഴേക്കും. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ
ഫുഡൊക്കെ കഴിക്കണം. മാത്രമല്ല നാളെ ഞാൻ പറഞ്ഞില്ല എൻഗേജ്മെൻറ്റ് ഒരു വർക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ കുട്ടി വരുന്നുണ്ട്, അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈം ഞാൻ ഒരു 9 മണി ആ ടൈം ആകുമ്പോഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ആവേശത്തിലാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അൽഫാം മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ വന്നു കേട്ടോ. അവൾ പേര് അപർണ എന്നാണ്. അപ്പോൾ അവൾ വന്നു. അപ്പോൾ അവൾക്ക് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതാ മൈലാഞ്ചി ഇട്ടു. കുറേ നേരം പിടിച്ച് ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിട്ടാ. അപ്പോൾ ഇതാണ് മൈലാഞ്ചിൻ്റെ ലാസ്റ്റ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ കയ്യിൽ ഫുള്ളും മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഞാൻ. ഗുഡ് നൈറ്റ്, ടാറ്റ. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റു. സാധാരണ ഞാൻ കിടന്നുറങ്ങാനായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരാറ് മെയിനായിട്ട്. എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇന്ന് ഇതാ നേരത്തെ എണീറ്റു. കാരണം നമുക്ക് എൻഗേജ്മെൻറ്റ് ആ ഒരു വർക്ക് ചെയ്യാനുണ്ട്, അവിടേക്ക് പോകാനുണ്ട്. അപ്പോൾ സാരി ട്രാപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ സാരി. അപ്പോൾ അത് ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഭയങ്കര ഉറക്കപ്പിച്ചിലായിരുന്നു. രാവിലെ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു, സാധനങ്ങളൊക്കെ ഏറ്റ് നമ്മൾ മേക്കപ്പ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഏറ്റ് നേരെ അവളുടെ വീട്ടിൽ പോയി. അവൾക്ക് ഇതാ മുടിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിരിക്കി ചിരിക്കി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് വർക്കാണ് കേട്ടോ ഇത്. ഭയങ്കര രസമാണ്. അവൾ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരുടെ, എൻ്റെ നൈബറും കൂടിയാണ് അവൾ. അപ്പോൾ മാത്രമല്ല അവൾ തന്നെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്രയും മേക്കപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാവും ഏകദേശം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെയാണ്. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ റീലായിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ച പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫോട്ടോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അവിടുത്തെ എൻഗേജ്മെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് വേറെ വർക്കും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം അവിടുന്ന് വീട്ടിലേക്ക് പോയി. ഞാനും അനിയനും കൂടെ നേരെ കോട്ടയ്ക്ക് പോയിട്ടോ. കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ വന്നത് ഫാൻസി പ്ലാന്റിലേക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ട് നമുക്ക് ഹാമ്പറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കുറച്ച് ദിവസം മുന്നേ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സാധനങ്ങളതാ ഇപ്പോഴാണ് വന്ന് പർച്ചേസ് ചെയ്യണത്. കാരണം ഞാൻ വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ബോയ്ക്കുള്ള കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വർക്ക് രണ്ടും ഒരാൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരാൾ തന്നെയാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. പക്ഷേ 2 കുട്ടികൾക്കായിട്ടുള്ള ഹാമ്പറും കാര്യങ്ങളും അങ്ങനെ സെറ്റ് ചെയ്യണം. ഒരു ബോയ് ഒരു ഗേളും കേട്ടോ. അപ്പോൾ ആ ബോയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിതാ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് സെലക്ട് ചെയ്ത് നമ്മൾ സീനത്തിൽ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ സീനത്തിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ബാക്കി ഫാൻസി ഐറ്റംസ് വേറെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫാൻസി പ്ലാന്റ് വാങ്ങി. പിന്നെ ബട്ടൺ ഹൗസിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. അവിടുന്ന് എനിക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഈ ബർത്ത്ഡേക്കുള്ള ഹാമ്പർ കേട്ടോ. ബർത്ത്ഡേ ഹാമ്പറാണ്. അപ്പോൾ അതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ബട്ടൺ ഹൗസിൽ നിന്ന് വന്നിട്ടാണ് വാങ്ങാറ്. ഇതെല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്നിട്ടാണ് വാങ്ങാറ്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഒക്കെ വാങ്ങി. പിന്നെ നമുക്കൊരു ഫുട്ബോൾ വെക്കാനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ ചെങ്കോട്ടിയിലുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഫുട്ബോൾ വാങ്ങി. പിന്നെ എനിക്ക് ജിമ്മിലേക്ക് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം വാങ്ങിയിട്ട് ഒരുമിച്ചെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് വേഗം പോയി സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. വീട്ടിലെത്തിയിട്ട് ഞാനിതാ ഈ ഒരു ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടോ. കുറേ നേരത്തിന് ശേഷമുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാട്ടോ ഇത്. 4 ഹാമ്പർ ഉണ്ടായിരുന്നു. അത് നമ്മൾ സൈസൊക്കെ നോക്കി കട്ട് ചെയ്തതാ ഇതുപോലത്തെ ലെയറായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഹാമ്പറും പിന്നെ നമുക്ക് ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഉള്ള ഹാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് വരുമ്പോഴും പിന്നെ തൃശ്ശൂരിൽ നിന്നൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഹാമ്പറിലൊക്കെ നമുക്ക് ഡ്രസ്സും ചോക്ലേറ്റ്സും വെക്കണം. ഇതിൽ ഞാൻ ഫുട്ബോളാട്ടോ വെക്കുന്നത്. അങ്ങനെ എല്ലാം ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോക്സാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഞാൻ അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഹാമ്പറിലും നമ്മൾ ഷാഡോ ഫ്രെയിം വെച്ചിട്ടുണ്ട്, ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള. പിന്നെ നമ്മൾ വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇതൊക്കെ കൂടി എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ അനിയനും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അവനും കൂടി ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് അതിൻ്റെ ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ഹാമ്പർ. 4 ഹാമ്പർ ഉണ്ടായിരുന്നു. 2
2 പേർക്ക് 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 4 ഹാമ്പർ ആയിരുന്നു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. പോപ്പ് പിന്നെ ബർത്ത്ഡേ ലെറ്ററൊക്കെ എഴുതിയിട്ടുള്ള ബലൂൺസ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് അയച്ചു കൊടുത്തതിന് ശേഷം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള അവർ വീഡിയോസ് അയച്ചിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. 2 ദിവസം ഞാൻ അടിപൊളിയായിട്ടുള്ള എൻജോയ് ചെയ്തുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള 2 വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല ബിസി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ പോലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കല്ലേ. ബൈ.